തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതികൾ CPMനെ തിരിഞ്ഞുകുത്തുന്നു. പ്രായം കുറഞ്ഞ മേയറെ മുൻനിർത്തി CPM നടത്തിയ അഴിമതികൾ വീണ്ടും പുറത്തുവരുന്നതോടെ കനത്ത പ്രതിരോധത്തിലാണ് CPM. വരും ദിവസങ്ങളിൽ കൂടുതൽ അഴിമതികൾ പുറത്തുവിടുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നറിയിപ്പ് CPM ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കണക്കുകൾ നിരത്തി വിവരിച്ചതോടെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇടത് ഭരണസമിതി നടത്തിയ അഴിമതികൾ ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വഴിവെച്ചത്. സമാനതകളില്ലാത്ത അഴിമതിയാണ് കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. താൽക്കാലിക നിയമന വിവാദം, സോണൽ ഓഫീസുകളിലെ നികുതി വെട്ടിപ്പ്, കെട്ടിട നമ്പർ തട്ടിപ്പ്, പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ്, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ഫണ്ട് വെട്ടിപ്പ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അഴിമതിയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. ആ നിരയിലേക്ക് ഏറ്റവും ഒടുവിലായി വന്ന അഴിമതിയാണ് കിച്ചൺ ബിൻ അഴിമതി. CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ തട്ടിപ്പുകൾ ഓരോന്നായി BJP വെളിച്ചത്ത് കൊണ്ടുവന്നതോടെ കടുത്ത പ്രതിരോധത്തിലായി CPM. ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ സാഹചര്യത്തിൽ നഗരസഭയിലെ അഴിമതി ഭരണം വീണ്ടും ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാകുമോ എന്ന ആശങ്ക CPMനുണ്ട്. അഴിമതിരഹിത ഭരണവും വികസിത കേരളവും വികസിത അനന്തപുരിയും വാഗ്ദാനം ചെയ്ത് BJP നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ജനപിന്തുണ ഏറുന്നതും CPMനെ ചെറുതൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ CPMന്റെ കൂടുതൽ അഴിമതികൾ പുറത്തു കൊണ്ടുവരും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഇതുകൂടിയായാൽ ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് കനത്ത വില നൽകേണ്ടി വരും. ജനം, തിരുവനന്തപുരം.